പറയാനുള്ള അവകാശം തീരുമാനിക്കേണ്ട അവകാശം എനിക്കുള്ളത്. ആങ്കർ മര്യാദ വിട്ട് കളിക്കണം. എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച് എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാതെ എല്ലാം അട്ടിമറിക്കപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കറങ്ങി നടന്നു ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ആര് പറയുന്നതിലും അർത്ഥമുണ്ട്. പക്ഷേ അങ്ങനെ ഏകോപിപ്പിക്കുന്നില്ല, അദ്ദേഹം വീഴ്ച വരുത്തിയല്ലോ. ഇവിടെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ശ്രീ ബി ആർ ഷഫീർ അങ്ങ് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ആർക്കും അങ്ങനെ പ്രശ്നമില്ലല്ലോ എന്നാണ്. പക്ഷേ പ്രശ്നമുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷം CPM ഒക്കെ പറയുന്നത് എന്താണ്, ഈ ക്യാമ്പിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ശുചിമുറിയില്ല, വെളിച്ചമില്ല, നിലത്ത് കിടക്കുന്നു എന്നൊക്കെയാണ്. അതിൽ എവിടെ നിന്ന് 10 മിനിറ്റ് നടന്നാലും തീരത്തെത്തും. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് 3 മണിയാകുമ്പോഴേക്കും അന്ന് എന്താ അവസ്ഥ എന്ന് ഇവിടെ ന്യൂസ് ഡെസ്ക് ഞാനും നേരിട്ട് കണ്ടതാണ്. എത്ര ക്യാമ്പുകൾ തുറന്നു, എത്ര മനുഷ്യർ ഈ നാടാകെ ബുദ്ധിമുട്ടിലായി. അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ വിരുന്നിലാണെന്ന് തോന്നൽ കൊടുക്കരുത് എന്നൊരു സാമാന്യ ബോധം UDF അണികൾക്ക് വേണ്ടിയിരുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതൊരു വിരുന്ന് സൽക്കാരമൊന്നുമല്ല, അതൊരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. മലബാറിന്റെ സവിശേഷമായ സാഹചര്യത്തെ സംബന്ധിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നമ്മളൊരു വെറുതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയാൽ പോലും 16 വിഭവങ്ങൾ നിരത്തി വെക്കും. ആള് കഴിക്കണമെന്നോ എന്നുള്ള നിർബന്ധമല്ല, അതവിടെ കൊടുക്കുക എന്നുള്ളതാണ് നിർബന്ധം. അത് മലബാറിന്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അത് മുഖ്യമന്ത്രി കണ്ടില്ലേ, സുഖ സൗകര്യങ്ങളോട് കൂടി 16 വട്ടം വിഭവങ്ങളുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് മട്ടൻ ബിരിയാണി തട്ടുന്നു എന്നൊന്നും അതിനകത്ത് കാര്യമാക്കേണ്ടതില്ല. ഇവിടെ കൺസെന്റ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ പറ. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. കേരളത്തിൽ പ്രളയസമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ആ സൃഷ്ടിക്കപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പറ. ഏതെങ്കിലും ക്യാമ്പിൽ പ്രശ്നമുണ്ടോ? ശരി, പരിഹരിക്കേണ്ടതാണെങ്കിൽ ഇപ്പൊ തന്നെ പരിഹരിക്കാൻ ഏർപ്പാടിയാം. എന്താ അണ്ണാക്കിലൊരു പ്രാണി? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അപകടം പറ്റി. എന്താ അറിയോ? അദ്ദേഹം ഒരു കാര്യം ചെയ്യണമായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം വിളിക്കണമായിരുന്നു. പത്രസമ്മേളനം വിളിച്ചിട്ട് പാനിക് ആക്കണമായിരുന്നു. കണ്ടില്ലേ, പ്രളയമാണ്, ജനങ്ങളെ രംഗത്തിറങ്ങൂ, ദുരിതാശ്വാസം അയക്കൂ, പണം അയക്കൂ. എല്ലാ ദിവസവും 6 മണിക്ക് വന്ന് മുഖ്യമന്ത്രി തന്നെ കോവിഡ് കാലത്ത്, പ്രളയകാലത്തൊക്കെ അദ്ദേഹം തന്നെ ചെയ്യണമായിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി കണ്ടിട്ടില്ല, പിന്നീട് അന്നത്തെ റവന്യൂ മന്ത്രി കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി തന്നെയാണോ എല്ലാം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു വാക്ക് പറഞ്ഞു പോകണമായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകർക്ക് എന്റെ തോന്നൽ. എന്ന് വെച്ചാൽ അത് ജനം അന്ന് അത്ര പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തിയപ്പോൾ എന്റെ പോയിന്റ്, അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സ്ഥിതിക്ക് മൈൻഡ് ചെയ്യാതെ പോകുകയല്ല, 2 വാക്ക് പറഞ്ഞിട്ട് പോകണമായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ, എന്തെങ്കിലും 7 മണി തള്ളിയത് കൊണ്ടോ കാര്യം നടക്കോ? ഒരു സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നുണ്ട് സാർ. ആ സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നു. ഞങ്ങള് ജനങ്ങളെ പാനിക്കാക്കാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങള് കേരളത്തിൽ വന്നിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു PR വർക്കാക്കാൻ ശ്രമിച്ചില്ല. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചു വെച്ചുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ഫോട്ടോ ഇടാനല്ല ശ്രമിച്ചത്. എന്റെ തല, എന്റെ ഫിഗർ, അതല്ല വീഡിയോ സതീശൻ പഠിച്ചു വെച്ചോ. അതിനെ രാഷ്ട്രീയപരമായി നാളുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നില്ല. ഒരു ദുരിതപ്പെയ്ത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രി അതിനകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ സിസ്റ്റത്തെ നേരെ മറിച്ച് നിങ്ങൾ വീടുകളിൽ പോയി ആളുകളോടൊപ്പം ചേർന്ന് ആർഭാടത്തോടെ ഭക്ഷണം കഴിച്ച് സദ്യയുണ്ട്, വിരുന്നൊരുക്കി നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം ഇവിടെ ഒരു കുഴപ്പമില്ല എന്നാണോ? നിങ്ങൾ ആരും ജാഗ്രതപ്പെടേണ്ട എന്നാണോ? ജാഗ്രതപ്പെടേണ്ടതുണ്ടല്ലോ. ഈ സാഹചര്യത്തെ നമുക്ക് കൂട്ടായി നേരിടേണ്ടതുണ്ട്. ഒരു ജാതി വകകളാണോ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോൺഗ്രസിന്റെ ഈ അണികളുണ്ട്, അവര് ഈ ചിത്രം പുറത്തുവിട്ട് ഈ സമയത്ത് ഇതിനൊക്കെ എന്തൊക്കെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഇത് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു സാമാന്യ ബോധം പോലും തല പിണ്ണാക്കുമായിട്ട് നടക്കുന്ന കുറെ കോൺഗ്രസ്സുകാരെ. ഇതിനുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ജനങ്ങൾക്ക് നേരിട്ട് അവർക്ക് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏകോപനമാണ് പ്രശ്നമെങ്കിൽ ഏകോപനം നടന്നിട്ടുണ്ട്, സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല 7 മണിക്ക് വന്നിട്ട് പിന്നെ പത്രസമ്മേളനം നടത്തി പാനിക്കാക്കാൻ ഉദ്ദേശമെങ്കിൽ തൽക്കാലം ഞങ്ങൾ ചെയ്യുന്നില്ല. കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. തീർന്നില്ല. അതെന്താ നിങ്ങൾ പൊള്ളുന്നേ? എന്റെ കൺസേൺ ഇങ്ങനെയാണ്. കേരളത്തിൽ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഖജനാവിലെ പണമെടുത്തുകൊണ്ട് യാത്രകൾ നടത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുന്ന് 9 തരത്തിലുള്ള മെനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഖജനാവിലെ പണം തിന്നുപിടിച്ചതുപോലെയല്ല ഇത്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. മുഖ്യമന്ത്രി മലപ്പുറത്തും കോഴിക്കോടുമായിട്ട് പല പരിപാടിയിൽ പങ്കെടുത്തു, കൊച്ചിയിലും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാം സ്വകാര്യ പരിപാടികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ആ ദിവസം ഏതെങ്കിലും ഒരു ഈ ദുരിതമനുഭവിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഒരു പോയില്ല. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്ഥലത്തും പോയില്ല. ഉദ്യോഗസ്ഥർ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി പോകാതിരിക്കണ്ടല്ലോ. ഇറങ്ങിയിട്ട് മതി കഥകളിക്കാരനും കൊടുത്തേക്ക് 2 എണ്ണം. പ്രളയം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഒരു പാനിക് നടക്കുമ്പോ
അവിടങ്ങളിലേക്ക് അപ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ചെല്ലണമെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ഏത് പ്രോട്ടോകോൾ? ആ ദിവസം മുഖ്യമന്ത്രി പല പരിപാടികൾ പക്ഷേ, ജ്വല്ലറി ഏത് ഇനോഗ്രേഷനുകളിൽ അതിൽ പ്രധാനപ്പെട്ട- കോഫി ഷോപ്പ് ഇനോഗ്രേഷനിൽ പോകുന്നതോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അയ്യപ്പദാസേ, ഒറ്റ ചോദ്യമുള്ളൂ. മുഖ്യമന്ത്രി ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഏകോപനത്തിന് കുറവുണ്ടായോ? ഫണ്ടിന് കുറവുണ്ടായോ? കളക്ടർമാർ പ്രവർത്തിക്കാതിരുന്നോ? അല്ല, എങ്കിൽ പിന്നെ നമ്മുടെ ഈ വയനാട്ടിൽ ഒരു ആന മനുഷ്യരെ ചവിട്ടിക്കൊന്നപ്പോ എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് പാട്ടുപാടിയിൽ എന്താണ് കുഴപ്പം? അവിടെ വനം വകുപ്പ് പ്രവർത്തിക്കുന്നില്ലേ വയനാട്ടിൽ? ജനങ്ങളോട് ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു പൊതു സ്വത്താണ്, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കണം, അതൊക്കെ നടക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്തുകൊണ്ടോ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ സിസ്റ്റത്തിന് തകരാറുണ്ടോ? സിസ്റ്റത്തെ പാനിക്കാക്കിയോ? സിസ്റ്റത്തെ ചോദ്യം. ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? കേരളത്തിലെ മുഖ്യമന്ത്രി അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതൊരു ഇൻവെസ്റ്റ്മെന്റ് ടീം, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ടീം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് കേരള മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിച്ചു. അത് കൊച്ചിയിലെ ചില ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ചില ചർച്ചകൾ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതിനകത്ത് വന്ദേ ഭാരത് ട്രെയിനിൽ പോകാൻ വേണ്ടി പോയി, ഇവിടെ തിരക്ക് കാരണം അത് ആ ട്രെയിൻ മിസ്സായി. ആ ടീമിന് അന്ന് തന്നെ കണ്ടേ പറ്റൂ. ട്രെയിൻ മിസ്സായൊന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. മാസം എത്ര രൂപ? 80 ലക്ഷം. ഓടിയാലും ഓടിയില്ലെങ്കിലും ഹെലികോപ്റ്റർ വാടക കൊടുക്കണോ? ഹെലികോപ്റ്റർ വാടക കൊടുക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചാലും സഞ്ചരിച്ചില്ലെങ്കിലും മാസം 80 ലക്ഷം രൂപ കൊടുക്കണോ? എങ്കിൽ പിന്നെ സർക്കാർ ഈ പൊതു താല്പര്യത്തിന് വേണ്ടി നടന്ന യാത്ര എന്തിനാണെന്ന് വിശദീകരിക്കുന്നത് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. ഇനി അവരുടെ പേര് കൂടി പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ? അത് അവരുടെ പേര് വലിച്ചെടുക്കാനാണ്. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. കേരളത്തിന്റെ താല്പര്യത്തിൽ വരുന്ന ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് ഇത് ആരാണെന്ന് പറയാൻ എന്താണ് തടസ്സം? ശ്രീ ഷഫീർ, ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ വിമാനയാത്ര ഇത് അമ്മായി അച്ഛനെ കാണാന്നൊക്കെ ദേശാമാനി 1-ാം പേജിൽ എഴുതുകയാണ്. അപ്പൊ അങ്ങനെയല്ല, പൊതു താല്പര്യത്തിലാണെങ്കിൽ ഈ ഗ്രൂപ്പാണ്. ഒരൊറ്റ പേരിന്റെ ആവശ്യമുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഒറ്റ ഗ്രൂപ്പിന്റെ ആ പേരിന്റെ ആവശ്യമുള്ളൂ. അത് പറയാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ജനാധിപത്യ മര്യാദയാണ്. ഇനിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകും. ഇനിയും കേരളത്തിലെ മുഖ്യമന്ത്രി അതിവേഗം യാത്ര ചെയ്യും. ഒരു പൊട്ടു അല്ല, ഇനിയും ഹെലികോപ്റ്ററിൽ പോകുന്ന വെച്ചാൽ ഈ കരാർ പുതുക്കുന്നതാണോ? ഈ LDF സർക്കാർ കാലത്തുണ്ടാക്കിയ ഹെലികോപ്റ്റർ കരാർ UDF പുതുക്കുന്നതാണോ? മുഖ്യമന്ത്രി കാപ്പി കുടിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും പുറത്തു പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എല്ലാം നിങ്ങൾക്ക് റിവീൽ മനസ്സിലായില്ല. മുഖ്യമന്ത്രി കാപ്പി കുടിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതല്ല കൊച്ചിയിൽ കേരള താല്പര്യത്തിലുള്ള ഇൻവെസ്റ്റർ ഗ്രൂപ്പിനെ കാണാന്ന് പറയുന്നത്. താരതമ്യപ്പെടുത്തി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം മനസ്സിലായില്ല. ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. SK സജീഷ്, ഇതൊക്കെ ശ്രീ ഷഫീറിനോട് ഇപ്പൊ ചോദിക്കാം. അവർ ഭരണത്തിലിരിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ എന്നുള്ള വിഷയം തന്നെ പറയാൻ എന്ത് മോറൽ റൈറ്റ് ആണുള്ളത്? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ഓവറാക്കരുത് കേട്ടോ, ഓവറാക്കരുത്. നിനക്ക് നാണമുണ്ടോ? അല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീറെ, ഓവറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. എന്നോട് എനിക്ക് നേരത്തെ ഒരു ചോദ്യം ബ്രീഫ് ചെയ്ത് തന്നു, ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, ഇന്നും കിട്ടിയില്ലേ? അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാൻ താനാരാ? അങ്ങനെ ചോദിക്കുന്നത് പറയാനൊക്കെ ശ്രീ ഷഫീർ ആരാ? എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച്, എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തിരിച്ചും വേണ്ട. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത്. എന്ത് വരട്ടല്? ഒരു വരട്ടലും എന്നെ മാധ്യമ പഠിപ്പിക്കും വേണ്ട. ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്ക് എന്നോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ശ്രീ ബി ആർ ഷഫീറിനില്ല. അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു? താങ്കൾ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. പ്രേക്ഷകർ കാണുന്നുണ്ട്, റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി എന്ത് ഭാഷ എന്നോട് സംസാരിച്ചത്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? വാ തുറന്ന തെറിയുടെ പൂരാ. താൻ ആരാ എന്ന് ചോദിച്ച തെറ്റ് ഞാൻ ക്ഷമ ചോദിച്ചു, പ്രേക്ഷകരോടും ചോദിച്ചു. താങ്കൾ ഈ ദുർബല വാർത്ത പിടിക്കല്ലേ? അതല്ലല്ലോ പ്രശ്നം. അതിനു മുമ്പ് അങ്ങ് പറഞ്ഞു, ഞാൻ കേവലം താഴ്ന്ന് വിളിക്കല്ല. അതിനു മുമ്പ് അങ്ങ് പറഞ്ഞു, പറയൂ. അത് തന്നെയാണ് പ്രശ്നം. സംസാരിക്കാൻ പഠിക്കാദ്യം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്.